അനുഭവങ്ങൾ ഇനിയും എന്റെ അനുഭവത്തിൽ കുറെ ഉണ്ട്. സ്വപ്നങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല, കുറെ ഉണ്ട്. ഇത് സഖാഫികളുടെ അനുഭവമാണ്. വലിയ വലിയ രോഗങ്ങൾക്ക് ഉസ്താദ് വന്ന ഉറക്കത്തിൽ സിയം വലിയുള്ളാഹി ഉസ്താദും കൂടെ വന്ന് ഓപ്പറേഷൻ ചെയ്ത സംഭവങ്ങൾ സഖാഫികളിന് അനുഭവമുണ്ട്. സംഘത്തിൽ കേട്ടിട്ടുണ്ട് ഞാൻ. എത്രയോ ആളുകൾ. നമ്മുടെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ജിദ്ദയിൽ AP ഉസ്താദിന്റെ എതിരിൽ മാത്രം പ്രവർത്തിച്ചിരുന്നൊരു വ്യക്തി. അയാൾ ഉസ്താദിനോട് പെട്ടെന്ന് ഉസ്താദിനോട് സ്നേഹം, ഉസ്താദിന്റെ പ്രവർത്തകരോട് സ്നേഹം, ഉസ്താദിന്റെ കൂടെയുള്ളവരോട് സ്നേഹം, ഉസ്താദിന്റെ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരോട് സ്നേഹം, അവർക്കൊക്കെ കൂടി സ്വീകരണം എന്നൊക്കെ ജിദ്ദയിൽ ഏർപ്പെടുത്തിയത്ര. അപ്പോ ഇയാളോട് ചോദിച്ചു, എന്ത് നിങ്ങൾ ഇങ്ങനെ പെട്ടെന്നൊരു പരിവർത്തനം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ. അയാൾ ഈ വിഭാഗത്തിലാണ്. എന്താ തുറന്ന് പറഞ്ഞിന്, തകരാറൊന്നുമില്ല, ഒക്കെ അങ്ങനെ പുറത്തിപ്പോ പരസ്യമായിട്ടുള്ളതല്ലേ. അയാൾ പറയാണ്, ഞാൻ ഉസ്താദിന്റെ എതിരിലാണ്, പക്ഷെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വളരെയധികം പരിശ്രമിച്ചവനാണ്. അതിനുള്ള ഏക വഴി സ്വലാത്ത് ചൊല്ലലാണ്. സ്വലാത്ത് ചൊല്ലി 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 അവസാനം അടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഒരു വലിയ സഫ്, ഒരു വലിയ ക്യൂ ഞാൻ കണ്ടു. ഞാൻ അതിൽ ചെന്ന് നിന്നു. നട്ടുച്ച ടൈം, വേറെത്തൊഴുകുന്നു. ഏതായാലും കാലങ്ങളായില്ലേ നബിയെ കാണാൻ ആഗ്രഹിക്കുന്നു, ഇനി ഇതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ലാതെ മനസ്സിലാക്കി ആ വലിയ ക്യൂവിന്റെ പിന്നിൽ ഞാനും കൂടി അങ്ങനെ നടന്ന് 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 ഒരു റൂമിലാണ് റസൂലുള്ളത് എന്നാണ് കേൾക്കുന്നത്. അതേക്കങ്ങ് കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നബിയല്ല ഉള്ളത്, കാന്തപുര ഉസ്താദാണുള്ളത്, AP ഉസ്താദാണുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്താ പരിപാടി? AP ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. എന്തിന്? അപ്പുറത്തെ റൂമിൽ റസൂലുള്ള ഇരിക്കുന്നുണ്ട്. ആ നബിയെ കാണാൻ AP ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. ആ ടിക്കറ്റ് വാങ്ങി ഞാൻ അടുത്ത റൂമിൽ കയറിയപ്പോൾ അവിടെ റസൂലുള്ളാഹി ഇരിക്കുന്നു. ഞാൻ മനസ്സിലാക്കി, അല്ലാഹുവിന്റെ റസൂലിലേക്കെത്താൻ ഇക്കാലത്ത് പറ്റിയവരുണ്ടെങ്കിൽ ഞാൻ തുടരുന്ന വിഭാഗമല്ല, മറിച്ച് കാന്തപുരം മാത്രമാണ്. ഞാൻ അതോടുകൂടെ എന്റെ ഗ്രൂപ്പ് വിട്ടു. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വപ്നമല്ലേ? മൻ ദആനി ഫിൽ മനാമി ഫഖദ് യറാനി ഫിൽ യഖ്ളാ. എന്നെ ഉറക്കത്തിൽ കണ്ടവർ അവർ ഉണർച്ചയിൽ നിർബന്ധമായി കാണും. അഥവാ ഇമാം സയൂത്തി തങ്ങൾ അതിന് രണ്ടർത്ഥം കൊടുത്ത കൂട്ടത്തിൽ ഒന്ന് കാണാം, നിർബന്ധമായും ഈമാനോടുകൂടെ അവൻ മരിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂല് ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്വപ്നം സ്വലാത്തിന്റെ ബായിദയായി കാണിച്ചു കൊടുത്തെങ്കിൽ പിന്നെ അതിനപ്പുറം ഒരു മുസ്ലിമായ മനുഷ്യനുമായ വേറെന്തെങ്കിലും വേണോ സഹോദരന്മാരെ? അടുത്ത് ഞാനൊരു സംഭവം കേട്ടു. അത് എന്റെ സുഹൃത്തായ സിദ്ദീഖ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത്. അയാള് കൊണ്ടോട്ടിക്കാരൻ, എന്റെ പരിചയക്കാരൻ, എസ്എസ്എഫിന്റെ പ്രവർത്തകൻ. അയാൾ പറഞ്ഞതായ ഒരു സംഭവം, അഥവാ അയാൾ മദീനയിൽ നിന്ന് ഒരു സൂര്യക്കാരനായ ഒരു സഹോദരനുമായി പരിചയപ്പെട്ടു. ഈ സഹോദരൻ നാടൊക്കെ അങ്ങോട്ടുണ്ടൊക്കെ ചോദിച്ചപ്പോ മലബാറുകാരനാന്ന് പറഞ്ഞപ്പോ, കേരളക്കാരനാന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ശൈഖ് അബൂബക്കറിനെ പരിചയമുണ്ടോ? സ്വാഭാവികമായി ഞാനും സഖാഫികളും എല്ലാം വലിയമാർ എന്നല്ല, എല്ലാം AP ഗ്രൂപ്പിന്റെ ആൾക്കാർ മാത്രമല്ല, എല്ലാ കൗമും പുറത്തു പോയാൽ ശൈഖ് അബൂബക്കറിനെ അറിയിച്ചാൽ അറിയുന്നു പറയും, ഞാൻ അവിടുത്തെ മുരീദാണെന്ന് പറയും, ഞാൻ അവിടുത്തെ ശിഷ്യനാണെന്ന് പറയും, ഞാനും പറഞ്ഞിട്ട് എല്ലാവരും പറയും. അതിപ്പോ ഒരു വലിയ സ്ഥാനാണത്, പറയാനായി ഏർപ്പെട്ടരാ. അപ്പൊ ആ മനുഷ്യന്റെ ആളാകാന്നുള്ളതൊരു ബഹുമാനാണ്, അതൊരു സ്ഥാനാണ്. ഈ ദുനിയാവിന് മാത്രമല്ല, ആഖിറത്തിനും സ്ഥാനം തന്നെയാണ്. ആരെങ്കിലും കൂടെ കൂടിയേ പറ്റൂല. അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നോ അവരെ കൂടെയാണ് ആഖിറത്തിൽ. ഈ വാക്കിൽ വലിയ സന്തോഷവുമുണ്ട്, വലിയ ദുഃഖവുമുണ്ട്. സ്നേഹിക്കാൻ പാടില്ലാത്തവനെ സ്നേഹിച്ചാൽ അവന്റെ കൂടെയായിരിക്കും ആഖിറത്തിൽ. സിനിമാ നടന്മാരെയും തമ്മാടികളെയും നാട്ടിലെ ഭ്രാന്തന്മാരെയും സ്നേഹിച്ച് അവർക്ക് വേണ്ടി ദീന് പണയം വെച്ചാൽ ആഖിറത്തിൽ അവരെ കൂടെയായിരിക്കും. എന്നാൽ രാവുമ്പകലില്ലാതെ ദീനിനോടുന്ന പണ്ഡിതന്മാർ അവരെ സ്നേഹിച്ചാൽ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഹിസാബുണ്ടെങ്കിലും അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് റബ്ബ് തആല ഊരി കൊടുക്കൂലേ? നിങ്ങൾ കേട്ടില്ലേ സിദ്ദീഖ് മുസ്ലിയാർ പറഞ്ഞത്, സഖാഫി പറഞ്ഞത്? ലക്ഷക്കണക്കിന് പാവങ്ങളെ പോറ്റുന്നവരാണ് ഉസ്താദ്. ആയിരക്കണക്കിന് യതീമക്കൾക്ക് ഓരോ വർഷവും ആയിരക്കണക്കിന് യതീമക്കളാണ് മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര യതീമക്കള്! മുത്തുനബി പറഞ്ഞതാ, ഞാനും യതീമിനെ പോറ്റുന്നവൻ ഇങ്ങനെയാണ് സ്വർഗത്തിൽ, ഞങ്ങളിടയിൽ തടവില്ല എന്ന്. ഒരു യതീമിനെ പോറ്റിയവർക്ക് വേണ്ടി